ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമ്മുടെ കോളേജിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. സോ അതിന് പോകാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വിഭ എന്ന് പറഞ്ഞ ഫേസ് ക്രീമാണ്. ഞാൻ ഗ്ലാമികങ്ങയുടെ വീഡിയോയിൽ ഈ ഒരു ക്രീമിനെ പറ്റി കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന എൻ്റെ സിസ്റ്ററാണ്. അവളാണ് എനിക്കിത് കൂടുതൽ റെക്കമെൻഡ് ചെയ്തത്. കൂടുതലും ടാൻ വന്നിട്ടുള്ള ആൾക്കാർ, അതായത് സൺ എക്സ്പോഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു ടാൻ റിമൂവൽ എന്ന് പറഞ്ഞ എഫക്റ്റാണ് ഞാൻ ഇതിൽ കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ക്രീം കുറച്ച് ദിവസം കൂടെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ഞാൻ ഇട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മേക്കപ്പ് അല്ല ചെയ്യുന്നത്, കുറച്ച് കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ നമുക്ക് എപ്പിസോഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണേ എന്ന്. എനിക്കത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൺസീലറാണ്. കുറച്ച് ദിവസമായിട്ട് കളർ കറക്റ്റർ യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ചിന്തയില്ലാതില്ല. മുമ്പ് ഞാൻ യൂസ് ചെയ്യായിരുന്നു, ഇപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ടോൺ ഡിഫറൻസ് കണ്ടു തുടങ്ങി. അതുകൊണ്ട് നമുക്കൊന്ന് കളർ കറക്റ്റർ യൂസ് ചെയ്യണം, നന്നായിരിക്കും. ഉടനെ ഞാൻ വാങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ BB ക്രീമും സ്ട്രോപ്പ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഫേസിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് മാർക്കിങ്ങൊക്കെ. അത് കഴിഞ്ഞ് നല്ലപോലെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ മെയ്ബലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ഐലൈനർ യൂസ് ചെയ്ത് എൻ്റെ ഹിമാലയയുടെ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് ഇപ്പോൾ കൂടിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യില്ല. മുമ്പ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലിപ് ലൈനർ. അപ്പോൾ ഇനി പുതിയൊരു ലിപ് ലൈനർ കൂടി വാങ്ങണം. ഇത് നമ്മളൊരു ലിപ് ഗ്ലോസും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ഇവൻ്റൊക്കെ അല്ലേ, കുറച്ച് തിളങ്ങി നിൽക്കേണ്ടേ, അതിന് വേണ്ടിയാണ് ചെറുതായിട്ട് ലിപ് ഗ്ലോസ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ പിന്നെ പറയണ്ടല്ലോ, സ്ഥിരം നമ്മൾ പോണി ടൈലാണ്. എനിക്കെന്തോ പോണി ടൈൽ കെട്ടാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം അത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ഒരു നീറ്റ് ലുക്കായിരിക്കും. വേറെ ഇങ്ങനെ ഹെയർ പിരിച്ചിടുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ അത് അയണൊക്കെ ചെയ്യണം. പക്ഷെ അതിനുള്ള സമയം നമുക്കിന്നില്ല. നല്ലപോലെ നെറ്റ് കയറിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. ഇന്ന് നമ്മൾ ഈ ഒരു സൂര്യകാന്തി പോലെ, അതായത് സൺഫ്ലവർ ഷേപ്പിലൊരു ഇയറിങ്, താഴെ മുത്തൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഇയറിങ്ങാണ് ഇടുന്നത്. ഇതൊന്നും ഞാൻ അങ്ങനെ ഇടില്ല, എപ്പോഴും ഞാൻ ജുമുക്കയാണ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴും ജുമുക്കയേ ഉള്ളൂ. കാരണം എനിക്ക് ജുമുക്ക ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഫൈനലി ഞാൻ ആ കമ്മൽ മാറ്റി